السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. مثل وقوفك يوم الأرض عريانا مستوحشا قلق الأحشاء حيرانا. مثل وقوفك يوم الأرض عريانا مستوحشا قلق الأحشاء حيرانا. والنار تلهب من غيظ ومن حنق على اللصاة ورب العرش غضبانا. نادى الجليل خذوه يا ملائكتي امضوا بعيد النصا امضوا بعبد النصا للنار يتشانا. المشركون غدا في النار يلتهب والمؤمنون بدار الخلد سكانا. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിൽ നാം നടത്തിവരുന്ന റമദാൻ പ്രഭാഷണങ്ങളുടെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. അല്ലാഹുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ വരും റമദാനുകളിലും ഇതുപോലെ കാര്യങ്ങൾ സംസാരിക്കുവാനും ദീനിനെ സംബന്ധിച്ച് മനസ്സിലാക്കുവാനുമെല്ലാമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും റബ്ബുൽ ആലമീൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ലൈലത്തുൽ ഖദർ,
ആ ഖദറിന്റെ രാത്രിയാവാൻ ഏറെ സാധ്യതയുള്ള ഒരു പുണ്യ രാത്രിയിലാണ് ഈ പള്ളിയിൽ ഞാനും നിങ്ങളുമെല്ലാം ഒത്തുചേർന്നിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ സർവ നന്മകളും ലഭിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും സർവ തിന്മകളും പൊറുക്കപ്പെട്ടുകൊണ്ട് പരിശുദ്ധരായി നാഥനെ കണ്ടുമുട്ടുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, സുദീർഘമായ ഒരു പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. ജഹന്നം അതെത്ര ഭയങ്കരമാണ്, ഭീകരമാണ് എന്ന് വിവരിക്കുവാൻ സാധുവായ ഈ ഉള്ളവനെ കൊണ്ട് സാധ്യവുമല്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനവധി വചനങ്ങളിലൂടെ വിശ്വാസികളുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന നിലക്ക് ഈ ഭയങ്കരമായ സങ്കേതത്തെ സംബന്ധിച്ച് വിവരിച്ചിരിക്കുകയാണ്. അതിൽ നിന്നും ഏതാനും ചില ഭാഗങ്ങൾ മാത്രമേ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വിശദീകരിച്ച് മുഴുവനുമായി പറയാൻ നമുക്ക് സാധ്യമല്ല. നാം ഏറെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സങ്കേതമാണ് നരകം. വിശ്വാസികൾ ഈ ദിനരാത്രങ്ങളിൽ മുഴുവനും അള്ളാഹുവോട് മനസ്സ് നൊന്തുകൊണ്ട് ചോദിക്കുന്നത് നരകമോചനമാണ്. അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ മിനന്നാർ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് നാം തേടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ കഠോരമായ ശിക്ഷകളുടെ കേദാരമായ ജഹന്നം, ആ ജഹന്നമിന്റെ ശിക്ഷയെ തൊട്ട് നീ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാത്ത മുസ്ലിമില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, പരമകാരുണികനായ അള്ളാഹുവിന്റെ ദാസന്മാരുടെ വലിയ വലിയ മഹത്വങ്ങളും വിശേഷണങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞത്, വല്ലദീന യഖൂലൂന, അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്, പറയുന്നവരാണ്, റബ്ബന സ്രിഫ് അന്നാ, ഞങ്ങളുടെ റബ്ബേ നീ ഞങ്ങളിൽ നിന്ന് തിരിച്ചു കളയണമേ, അദാബ ജഹന്നം, ജഹന്നമിന്റെ ശിക്ഷയെ. കാരണം അതിന്റെ ശിക്ഷ മുറിഞ്ഞു പോകാതെ വളരെയേറെ കഠിനമാണ്, കഠോരമാണ്, അസഹനീയമാണ്. ആ സങ്കേതം വളരെ ഭീകരമായ ഭയങ്കരമായ സങ്കേതമാണ്. വളരെ ചീത്തയായ ചെന്നുചേരാനുള്ള ഇടമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വബിഇസൽ മിഹാദ് വബിഇസൽ മസീർ വബിഇസ മസ്വൽ ളാലിമീൻ എന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുള്ള വളരെയേറെ മോശപ്പെട്ട, മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്തത്ര, അവന്റെ മനസ്സിൽ നിരൂപിക്കാൻ പോലും സാധിക്കാത്തത്ര കഠോരമായ ശിക്ഷകൾ നടക്കുന്ന കേന്ദ്രമാണ്, സങ്കേതമാണ് ജഹന്നം. ആ നരകാഗ്നി സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മുസ്ലിമീങ്ങളായ നമ്മുടെ വിശ്വാസം. സ്വർഗനരകങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് സ്വർഗനരകങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടു എന്നതിനെ പഠിപ്പിക്കുന്ന അധ്യായങ്ങളും ഹദീസുകളും കാണാൻ സാധിക്കും. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞെടുത്തത് മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെക്കപ്പെട്ടിരിക്കുന്നു. ജഹന്നമിനെ കുറിച്ച് പറയുന്നിടത്ത്, നരകത്തെക്കുറിച്ച് പറയുന്നിടത്ത് അത് കാഫിറുകൾക്ക് വേണ്ടി തയ്യാറാക്കി വെക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ അവിടുത്തേക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വർഗനരകങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗവും നരകവും കണ്ടിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് സ്വർഗവും നരകവും ഒക്കെ പോയി നോക്കാൻ പറയുകയും ജിബ്രീൽ അലൈഹിസ്സലാം പോയി കണ്ട് നരകത്തെക്കുറിച്ച് ഞെട്ടലോടുകൂടി
വളരെ ഭീതിയോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ പറയുകയും ചെയ്ത രംഗം ഹദീസുകളിൽ നമുക്ക് കാണാം. സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആ നരകാഗ്നിയിൽ പോകാൻ മാത്രമുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് വളരെയേറെ ദുഃഖാർദ്രമായ ഒരവസ്ഥയിൽ അതിലേക്ക് ചാടാനെത്തി നിൽക്കുന്ന ആയിരക്കണക്കിന് പാപികൾ പരിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനോട് തന്റെ ഇന്നലകളിലെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് മനമുരുകി പ്രാർത്ഥിക്കുന്നതിലൂടെ പടച്ചനാഥനിൽ നിന്ന് പിടുത്തം വിട്ടവൻ ആരായാലും വിനയത്തോടെ അവനിലേക്ക് തിരിച്ചു ചെല്ലുന്നുവെങ്കിൽ ആ നാഥൻ അത്തരക്കാരെ ജഹന്നമിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടിരിക്കും.